നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം നടന്നു. 57 പഞ്ചായത്തുകളിലെ കർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം കൂട്ടായി നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കർഷക പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ലയിലാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നമ്മുടെ K സുബ്രഹ്മണ്യൻ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ഇടപെടാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല സംഘാടനം കർഷകരുടെ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കനത്ത ചൂട് നെല്ലിന്റെ ഉത്പാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2022-23 വർഷം 7,31,182 മെട്രിക് ടൺ ഉത്പാദനം നടത്തിയ നെല്ല് സംഭരിച്ച സംസ്ഥാനമാണ് കേരളം. തെരഞ്ഞെടുത്ത 7 കർഷകർക്കുള്ള ധനസഹായം യോഗത്തിൽ മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 57 പഞ്ചായത്തുകളിലെ നെൽകർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മെമ്പർമാരായ സജു, ഷീല, അജയ് ഘോഷ്, മായ, ബെന്നി, ആന്റണി, സുഗത ശശിധരൻ, വെങ്കിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു. ആനപ്പുഴയിലെ ധീവര സമൂഹം ആചരിച്ച് നടത്തിവരുന്ന 5ാം താലപ്പൊലി ഈ വർഷവും വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടുകൂടി പൂർവികമായ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള വട്ടിവിത്ത് സമർപ്പണം നടത്തി. തന്ത്രി ഒറവങ്കര നാരായണ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി യയാതി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹൻ, സെക്രട്ടറി PK വത്സൻ, PV വിനോദ് കുമാർ, KR സലിൽ കുമാർ, PV പ്രഭാകരൻ, CS സുനിൽകുമാർ, TB ഗോപകുമാർ, NK തങ്കരാജ്, UT പ്രേംനാഥ്, KS സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നബീസത്ത് ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. MT വാസുദേവൻ നായരുടെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒട്ടേറെ കഥയും തിരക്കഥയും സിനിമ സംവിധാനവും നിർവഹിച്ചിരുന്ന മകൻ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് ഷോർട്ട് സ്റ്റോറി, ദേശീയ തലത്തിലുള്ള ഷോർട്ട് സ്റ്റോറിയിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 54ഓളം തിരക്കഥകൾ അദ്ദേഹം രചിച്ചെങ്കിലും 4ഓളം തിരക്കഥകൾക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധാനങ്ങളും ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്തു. എല്ലാ മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. വാർഡ് മെമ്പർ ഉഷ ബാലൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് I ബാലഗോപാൽ, സംഗീത അധ്യാപകനും സംവിധായകനുമായ C മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് MTയുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തൽ, P ജയചന്ദ്രൻ ഗാനവേദി എന്നിവ നടന്നു. ഭരണസമിതി അംഗങ്ങളായ സാബു പോൾ എടാട്ടുകാരൻ, TV യദുകൃഷ്ണൻ, ലിസി സേവിയർ, KV രഘു, മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളായ KC വർഗീസ്, മോഹൻ മച്ചാട്ട്, CT ഗോകുൽനാഥ്, S സോമസുന്ദരം, സുരേഷ് അന്നമനട, അനിത ജയരാജ്, രാധാ ഭാസ്കരൻ, ശ്രീധരൻ കടലായി, VO വർഗീസ്, സൽഗു, സതീശൻ, MC പോൾ, രാജി പ്രേമവാസൻ, CS കൃഷ്ണൻ, സ്റ്റീഫൻ എടാട്ടുകാരൻ, വരുൺ, ലൈബ്രറിയൻ അനീഷ PV എന്നിവർ പങ്കെടുത്തു.
യുവകലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആനി രാജയ്ക്ക് സമർപ്പിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇ.ടി. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി, പ്രസിഡന്റ് SM ജീവൻ എന്നിവർ സംസാരിച്ചു. രാജി ജോഷി ഭരണഘടനാ ആമുഖം അവതരിപ്പിച്ചു. ഗീതാ പ്രസാദ്, CPI നേതാക്കളായ TP രഘുനാഥ്, KS ജയ, അഡ്വക്കേറ്റ് AD സുദർശനൻ, യുവകലാസാഹിതി ഭാരവാഹികളായ CV പൗലോസ്, CK രത്നകുമാരി, ജ്യോതിലക്ഷ്മി, സുധീർ ഗോപിനാഥ്, ER ജോഷി എന്നിവർ പങ്കെടുത്തു. ഫാസിസ്റ്റ് ഭീകരതകൾക്കെതിരെ ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്മരണയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം സഹമാനി രാജയ്ക്ക് സമ്മാനിക്കുക. യുവകലാസാഹിതിയുടെ കയ്പമംഗലം കമ്മിറ്റി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി മുതൽ തുടർച്ചയായി വിതരണം ചെയ്യാൻ പോകുന്ന ഒരു സ്മാരക അവാർഡിൻ്റെ പ്രഥമ സമർപ്പണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ ഇത്തരമൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പുരസ്കാര സമർപ്പണം ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് നമുക്കിടയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിലൊന്നാണ് എന്ന് പറയാതിരിക്കാനാകില്ല. കേരളം ഇന്നും അവിശ്വസിക്കുന്ന ഒരു ഞെട്ടലാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ആകസ്മിക മരണം. കേവലം 47-48 വയസ്സ് പ്രായമായപ്പോൾ ബാല്യവും പഠനകാലവും കഴിഞ്ഞ് ജയിൽവാസം ഉൾപ്പെടെ നിരവധി ത്യാഗങ്ങളിലൂടെ കടന്നുപോയ 4.5 പതിറ്റാണ്ട് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും അഭിമാനകരമായിട്ടുള്ള അടയാളങ്ങൾ ചേർത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതം ഇതിഹാസ തുല്യമായ ഒന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം നടന്നു. 57 പഞ്ചായത്തുകളിലെ കർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.